സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. ആൾക്കാരൊക്കെ ഒരുപാട് ക്രിയേറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നു, ബിസിനസ് തുടങ്ങണം, സ്റ്റാർട്ടപ്പ് ചെയ്യണം. പക്ഷെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കുറവായിരിക്കും. ഒരു ഹയർ സ്റ്റഡീസിന് പോകാൻ, എസ്പെഷ്യലി ഇപ്പോൾ US പോകാൻ പാരൻസിനോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ചെയ്തു തരും. എൻ്റെ മകൻ UK പോയി പഠിക്കുകയാണെന്ന് പറയുന്നത്. അന്ന് ആ ഒരു എമൗണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്യാവശ്യം തിരക്കില്ലാത്ത പോക്കറ്റ് മണി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കുട്ടികൾക്കൊക്കെ കിട്ടും. അപ്പൊ ഈ പോക്കറ്റ് മണി വെച്ചിട്ടും നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ഇപ്പൊ നിങ്ങൾക്കൊരു ക്യാബിൻസ് എടുക്കണമെങ്കിൽ ക്യാബിൻ എടുക്കാം. ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് ഡെസ്കിലേക്ക് വേണമെങ്കിൽ സത്യത്തിൽ നമുക്ക് ഒരാളുടെ ആവശ്യമുള്ളൂ നമ്മൾ ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ. പക്ഷെ നമ്മളൊരു ഫിസിക്കൽ ഓഫീസ് എടുക്കുമ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സ്റ്റാഫ്, ഒരു ലേഡി സ്റ്റാഫിന് മാത്രം വെച്ച് ആ ഓഫീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളെ മതിയെങ്കിൽ ഒരാളെ തന്നെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ ബിസ്റ്റോക്കിൻ്റെ പുതിയൊരു ബിസിനസ് കോൺവെർസേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. നമുക്കറിയാം, ഈ കറണ്ട് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ആഗ്രഹിക്കുന്നത് ഒരു ഓൺട്രപ്രണർ ആവണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരു 9 to 5 ജോബിനെക്കാട്ടിൽ ആൾക്കാർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതും അതിന് തന്നെയാണ്. പക്ഷേ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് നേരിടുന്നൊരു വലിയ ബുദ്ധിമുട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒരു ഓഫീസ് സ്പേസ് വേണം, ഇല്ലെങ്കിൽ അവിടെ ഒരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതൊക്കെ ഒരു ലെസ് എക്സ്പെൻസീവ് ആയിട്ട് ഒരു വിർച്വൽ ഓഫീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ WBB എന്ന് പറയുന്ന ഒരു വിർച്വൽ സ്പേസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡിക്സൺ സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ഇപ്പം കൂടുതൽ താല്പര്യം ഉള്ളത് ഒരു 9 to 5 ജോബിനെക്കാട്ടിലും സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. ആൾക്കാരൊക്കെ ഒരുപാട് ക്രിയേറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നു, ബിസിനസ് തുടങ്ങണം, സ്റ്റാർട്ടപ്പ് ചെയ്യണം. കൂടുതലും ഈ കോളേജൊക്കെ കഴിഞ്ഞ പാടെ സ്റ്റുഡൻസിനൊക്കെ നേരെ ബിസിനസ്സാണ് ഇൻട്രസ്റ്റ്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയൊരു സപ്പോർട്ടാണ് ഈ പറയുന്ന ഒരു വിർച്വൽ ഓഫീസ്. പക്ഷേ കുറേ ആൾക്കാർക്ക് അത് അറിയില്ല എന്താണെന്നുള്ളത്. വിർച്വൽ ഓഫീസോ ഇതെന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതെന്താണെന്ന് പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് വിർച്വൽ ഓഫീസ്? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നേരത്തെ കിങ്ങിണി പറഞ്ഞ പോലെ ഇപ്പോൾ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, ആ ഒരു ലക്ഷറി ലൈഫൊക്കെ ജീവിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു വളരെ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്കതിനുള്ള ഒരുപാട് ഇതുണ്ട്, ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകാൻ, എസ്പെഷ്യലി ഇപ്പോൾ US പോകാൻ പാരൻസിനോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ചെയ്തു തരും. എൻ്റെ മകൻ UK പോയി പഠിക്കുകയാണെന്ന് പറയുന്നത്. അന്ന് ആ ഒരു എമൗണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇന്ന് വേറൊരു ഗുണമുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത പോക്കറ്റ് മണി നിങ്ങൾ പറഞ്ഞ കുട്ടികൾക്കൊക്കെ കിട്ടും. അപ്പോൾ ഈ പോക്കറ്റ് മണി വെച്ചിട്ടും നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നേരത്തെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലത്തെ ഉള്ള ഒരു കാറ്റഗറി ആൾക്കാർക്ക് ഒരു പോക്കറ്റ് മണി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞത് ഒരു സ്റ്റാർട്ടിങ് 800 rupees പെർ മന്തിലാണ് നമ്മുടെ ഒരു പാക്കേജ് തുടങ്ങുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മീറ്റിംഗ് റൂം, ഒരു ഓഫീസ് റിക്വയർമെൻറ്റ്സ്, ഒരു മീറ്റിംഗ് റൂം, അവരുടെ വിസിറ്റിംഗ് കാർഡിലൊരു അഡ്രസ്സ്, അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു തുടങ്ങുന്ന ഒരു പാക്കേജാണ് നമ്മൾ സ്റ്റാർട്ടിങ് 800 വെച്ചിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ലെവലിൽ വരുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ ഒരു LLPയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ സോൾ പ്രൊപ്പറേറ്ററായിട്ട് തന്നെ തുടങ്ങി ഒരു GST ഒക്കെ എടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ വേയിൽ നമുക്ക് വീട്ടിലിരുന്ന് ഒരു ബ്രാൻഡോ നെയിമോ ഇല്ലാതെ ഒരു വ്യക്തിയാന്നുള്ള ലെവലിൽ ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാളും കൂടുതൽ മൈലേജ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട കേസുകൾ, അവരുടെ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ വളരെ ചെറിയൊരു കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇവർക്കൊരു പാൻ കാർഡ്, ആധാർ കാർഡൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ സാധാരണ ഒരു ഓഫീസ് തുടങ്ങുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യം വരുന്നത്? ഒരു ഓഫീസ് തുടങ്ങുമ്പോൾ ആദ്യം ഒരു ബിൽഡിംഗ് സ്പേസ് കാണും. അപ്പോൾ അത് ചിലത് ഫർണിഷ്ഡ് ആയിരിക്കാം. ഇപ്പോൾ ഫർണിഷ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് എമൗണ്ടും റെൻറ്റും അതനുസരിച്ച് കൂടും. ഇനി ഫർണിഷ്ഡ് അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട്, ഇനീഷ്യലി ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതൊന്ന് ഫർണിഷ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ എമൗണ്ടുകൾ ഒക്കെ ചെയ്തിട്ട്
ഈ സംഭവം തുടങ്ങാന്ന് പറയുമ്പോൾ നേരത്തെ ഈ പോക്കറ്റ് മണി കൊണ്ട് കാര്യം നടക്കില്ല. അപ്പോൾ ഈ പോക്കറ്റ് മണി വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഒരു ഓഫീസസ് ആണ് വിത്ത് സോ മെനി ഡെസ്ക് സ്പേസ്, അതുപോലെ തന്നെ ക്യാബിൻ സ്പേസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് സംബന്ധിച്ചിടത്തോളം പല ബിസിനസ്സുകൾക്കും ഒരു ഫുൾ 9 to 5 ഓഫീസിൽ ഇരിക്കേണ്ട റിക്വയർമെന്റ്സും വരുന്നില്ല. പലർക്കും കൂടുതലും ക്ലയൻസിനെ അങ്ങോട്ട് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലയൻസ് വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ ഒരു 1 man ഷോ ആണ് നടത്താൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കുമല്ലോ, ആദ്യം ഒരു വ്യക്തി അല്ലെങ്കിൽ 1-2 പേരായിരിക്കുമല്ലോ ഇതിൽ തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ഫീൽഡ് വിസിറ്റൊക്കെ കഴിഞ്ഞ് അവർക്ക് മീറ്റിങ്ങിന് ഓക്കെ ആവുന്ന സമയത്ത് പ്രയറായിട്ട് ബുക്ക് ചെയ്ത് എടുക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ വിർച്വൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ഇവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവരുടെ ഒരു കൊറിയേഴ്സോ ഡോക്യുമെൻറ്റേഷൻസോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതവർ ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ ഇവരുടെ ഒരു നെയിം ബോർഡ് നമുക്ക് പുറത്ത് ചെറിയൊരു നെയിം ബോർഡ് അവർക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഫ്ലെക്സി ഡെസ്ക് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് കേസുകൾക്ക് ആണെങ്കിൽ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇരിക്കേണ്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ അവർ പ്രയറായിട്ട് ബുക്ക് ചെയ്ത് അവരുടെ ടൈമിങ്സ് അനുസരിച്ചിട്ട് അവർക്ക് ആ പർട്ടിക്കുലർ സീറ്റ് അലോട്ട് ചെയ്തിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ സാധാരണ ഒരു ഓഫീസ് തുടങ്ങുന്ന റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ ഇപ്പോൾ ഒരു GST ഒക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ റെൻ്റ് എഗ്രിമെൻറ്റ്, യൂട്ടിലിറ്റി ബില്ല്, അതുപോലെ തന്നെ ടാക്സ് പെയ്ഡ് റെസിപ്റ്റ്, ഇപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡീഷണൽ ഒരു ഫ്ലെക്സി ഡെസ്ക് നമ്പർ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇവരുടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഇവരുടെ അഡ്രസ്സിൽ ആഡ് ചെയ്യാൻ പറ്റും ഉണ്ടാവും. അതാണ് മറ്റ് കമ്പനീസായിട്ട് ഇവർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ സാർ, ഇപ്പം ഒരു കസ്റ്റമർ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ നമുക്കൊരു വിർച്വൽ ഓഫീസിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇയർ ആയിരിക്കും നമുക്കൊരു എഗ്രിമെന്റ്സ് ഒക്കെ വെക്കുന്നത്? എത്ര ഇയേഴ്സ് അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 11 months എഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ ചെയ്യുന്ന. എഗ്രിമെൻറ്റിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. എഗ്രിമെൻറ്റ്സ് കൂടുതൽ ചെയ്യും തോറും നമുക്കത് അതിൻ്റെ രജിസ്ട്രേഷൻ പാർട്ടും കാര്യങ്ങളൊക്കെ പിന്നീട് വരും. ഇതൊരു സർവീസ് എഗ്രിമെൻ്റ് ആണ് നമുക്ക് ഫിനിഷ്യലി അവരായിട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ യൂട്ടിലിറ്റി ബിൽസും ടാക്സ് പെയ്ഡ് റെസിപ്റ്റ്സും ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സും ഒക്കെ അവർക്ക് ഇപ്പോൾ GST ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യങ്ങൾക്കോ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 800 തൊട്ടുള്ള ഒരു പാക്കേജ് രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഇനിഷ്യലി ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ മതി, ജസ്റ്റ് ഒരു മീറ്റിങ്ങിന് മാത്രം മതി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതിന് എഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നുണ്ടോ? നമ്മൾ എല്ലാത്തിനും നമ്മൾ എഗ്രിമെൻറ്റ് വെക്കും. എല്ലാത്തിലും ഇപ്പോൾ ഞങ്ങൾ ഈ ലീഗൽ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഓഫീസ് ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ആ വരുന്ന ആൾ ആരാന്നുള്ളത് അറിയില്ല അല്ല. ഇപ്പം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ മാത്രം ബിസിനസ്സാണ്. ഇപ്പം നമ്മൾ എത്രയൊക്കെ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സർവീസ് പ്രൊവൈഡർക്കോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബിൽഡിംഗ് ഓണറോ ഇപ്പം നിങ്ങളൊരു ഫിസിക്കൽ ഓഫീസ് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാം പ്രോപ്പറായിട്ട് ലീഗലായിട്ട് നമ്മൾ എഗ്രിമെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഇപ്പം ജസ്റ്റ് ലൈക്ക് നമ്മൾ പുറത്തൊരു ഓഫീസ് എടുക്കുന്ന എല്ലാ ഫോർമാലിറ്റീസും നമുക്ക് ഇവിടെയും കംപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം അങ്ങനത്തെ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കുറച്ച് കമ്പനീസ് ഇതുപോലെ തന്നെ അത് 0.02% ഒക്കെ 1% ഒക്കെ വരും. അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഇപ്പോൾ KYC വീഡിയോ KYC അടക്കം എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു എൻക്വയറി കാര്യങ്ങൾ വന്നു, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങി, നിങ്ങൾ ഓഫീസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു ഫ്രോഡോ ആക്ടിവിറ്റീസോ വല്ലതൊക്കെ വരികയാണെങ്കിൽ പോലും നമ്മൾ എഗ്രിമെൻറ്റിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇല്ലീഗൽ ആൻഡ് ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ എത്രയൊക്കെ എഗ്രിമെൻറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു വീഡിയോ KYC അടക്കം ഞങ്ങളത് റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ആയിട്ട് വെക്കും. അപ്പം അങ്ങനെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ, കാരണം നമ്മളിപ്പോൾ മുമ്പ് ഒരാൾക്കല്ലല്ലോ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേരാകുമ്പോൾ നമ്മൾ എത്രയൊക്കെ വെരിഫൈ ചെയ്താലും വളരെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻറ്റോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾ മീറ്റിംഗ് റൂം എടുക്കുന്നു, നിങ്ങൾ ആ മീറ്റിങ്ങിനുള്ളിൽ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ശരിയാണ് അല്ലേ? ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമ്മോറൽ ആക്ടിവിറ്റീസെ കുറിച്ചിട്ടാണോ നിങ്ങൾ അവിടെ ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഫ്യൂച്ചറിൽ അതൊരു കോൺസ്പിറസി എന്നുള്ള ലെവലിലേക്ക് വരും അല്ലേ?
അപ്പോൾ പോലും നിങ്ങൾ ഇവിടെ വന്നിട്ടൊരു സ്പേസ് എടുത്തു, അപ്പോൾ അതിന് ഞങ്ങൾക്ക് പ്രൂഫ് വേണ്ടേ? ഉറപ്പായിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എഗ്രിമെന്റ്സ് എല്ലാം ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 800 പാക്കേജിൽ കയറി, ബട്ട് ലേറ്റർ എൻ്റെ ബിസിനസ് കുറച്ചും കൂടെ വളർന്നു. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ അല്ലാതെ ജസ്റ്റ് ഈ ഒരു ഓഫീസ് സ്പേസ് പോലെ തന്നെ വേണം, ഈ മീറ്റിംഗ് അല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താ അതിൻ്റെ പ്രൊസീജിയർ? പിന്നെ നമുക്ക് ട്രാൻസ്ഫോം നിങ്ങൾക്കത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്യാബിൻസ് എടുക്കണമെങ്കിൽ ക്യാബിൻ എടുക്കാം. ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് ഡെസ്കിലേക്ക് വേണമെങ്കിൽ ഡെസ്ക്. ഇപ്പോൾ ഡെസ്കിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു സ്റ്റാഫിൻ്റെ ആവശ്യമുള്ളൂ അല്ല. ഇപ്പോൾ കിങ്ങിന് ബിസിനസ് തുടങ്ങുകയാണ്, സത്യത്തിൽ നമുക്ക് ഒരാളുടെ ആവശ്യമുള്ളൂ നമ്മൾ ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ. പക്ഷെ നമ്മളൊരു ഫിസിക്കൽ ഓഫീസ് എടുക്കുമ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സ്റ്റാഫ്, ഒരു ലേഡി സ്റ്റാഫിന് മാത്രം വെച്ചാൽ ആ ഓഫീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ എനിക്കറിയില്ല. ഇപ്പോൾ നോർമലി ഇപ്പോൾ കേരളത്തിലൊരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ഫുൾ ഓഫീസിൽ ഫുൾ ടൈം ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് കൂടെ ആരെങ്കിലും വേണ്ടി വരും. ഇനി നമ്മുടെ ഗതികേണ്ട കൂടെയുള്ളത് അപ്പുറത്തൊരു ആൺകുട്ടിയാണെങ്കിൽ അതും ബുദ്ധിമുട്ടായി അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഓഫീസ് ആയിട്ടുള്ളതുകൊണ്ടും ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് ഒരാളെ മതിയെങ്കിൽ ഒരാളെ തന്നെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓ, അങ്ങനെ ചെയ്യാല്ലേ? ഓക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡെസ്ക് എടുത്തു. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് നോക്കുമ്പോൾ എന്താ, ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കോർപ്പറേറ്റ് കൊടുക്കുന്ന സാലറിയെക്കാട്ടും നമ്മളൊരു ഇപ്പോൾ ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ അതിൻ്റെ ഒരു ഇരട്ടി ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പക്ഷേ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഒരു കോർപ്പറേറ്റ് മോഡലിൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാൻ പവറും ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ നമുക്ക് ഒരാളെ വേണ്ടടുത്ത് ഒരു 5 പേരെ വെക്കേണ്ട ആവശ്യം വരുന്നുമില്ല. അത് മാത്രം ഇനി എത്രയൊക്കെ ആളെ വെച്ചാലും നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ ആൾ വേണ്ടേ, റിസപ്ഷൻ സപ്പോർട്ടും കാര്യങ്ങളും. ഈ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യം വരില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. മൊത്തത്തിൽ ഫുള്ള് ഭയങ്കര രസമുണ്ട് കേട്ടോ. കാര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ചോദിക്കാം കേട്ടോ, ഇങ്ങനത്തെ ഒരു ഫേം റൺ ചെയ്ത് പോകുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ വരുന്ന എല്ലാവരും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് 5 പേരിലും ഒരേപോലെ ഇരിക്കില്ലല്ലോ. അപ്പൊ അതില് ചിലതൊക്കെ കുറച്ചൊക്കെ കയറി വരും. പക്ഷെ അത് വരുന്നത് ഇപ്പം ഞങ്ങളുടെ ഈ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും അത് പെർഫെക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇനി അതിന് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമുക്കത് ഏത് ഏജൻസി എൻക്വയറി ചെയ്താലും, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ED എൻക്വയറി വരെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ED എൻക്വയറി വരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പൊ വെരിഫിക്കേഷൻ ചെയ്തായിരുന്നു. അതിലുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ അവർ കൈയോടെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ വന്ന് ചേർന്ന ആൾക്കാർ അതെന്ന് വെച്ചാൽ ഒക്കെ യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ യങ്സ്റ്റേഴ്സിന് അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എടുത്ത് ചാടി കൊടുക്കും. അപ്പോൾ അവർ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു സംഭവങ്ങൾ വന്നിരുന്നത്. അപ്പോൾ ഇവർ വരുന്നു, നമ്മുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ കൂടുതലും ചെയ്യുന്ന യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ എന്തിലും നല്ലതും ചീത്തയും കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ ഡോക്യുമെന്റേഷൻ പാർട്ട് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ല, നേരത്തെ ഞാൻ ജസ്റ്റ് ഒരു മീറ്റിംഗ് റൂമിന് വേണ്ടി നിങ്ങൾ സൈൻ ചെയ്യുന്ന നേരത്തെ എങ്ങനെ ചോദിച്ചു, അത് ചെയ്യും. അതുപോലെ വീഡിയോ വെരിഫിക്കേഷനും എടുക്കും. കാരണം നമുക്ക് നടത്തിക്കൊണ്ടുപോകണ്ട. അതെ അതെ. നമുക്ക് മാക്സിമം എത്ര ബിസിനസ് ഫേംസ്, എത്ര ആൾക്കാരായിരിക്കും നമുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? കണക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം നമ്പേഴ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം നിങ്ങളുടെ ബിസിനസ് പെട്ടെന്ന് ക്ലച്ച് പിടിച്ചു, ഒരു 3 months 6 months പിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പേസിലേക്ക് മൂവ് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം നമുക്കിങ്ങനെ അത് വന്നും പോയി ഇരിക്കും. അത് ഇത്ര നമ്പർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് വന്നും പോയിരിക്കും. പിന്നെ ഫ്ലെക്സി ഡെസ്ക് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഡെസ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വേണ്ടി വരുള്ളൂ വന്ന് മീറ്റിംഗ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പം അത് റൊട്ടേഷൻ ബേസിസിലല്ല യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ നമ്പേഴ്സുകൾ അങ്ങനെ വന്നും പോയിരിക്കും. ഇപ്പം സാറ് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത്, ഇപ്പം ഞാൻ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്ക് നോർമലി പറയുന്ന നമ്മുടെ വിസിറ്റിംഗ് കാർഡ്, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പർപ്പസായിട്ടുള്ള എന്ത് കാര്യത്തിനുള്ള ഇപ്പം എനിക്ക് വരുന്ന കൊറിയേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു അഡ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് ഹാൻഡ് ചെയ്ത് നമുക്കത് ഫോർവേഡ് നിങ്ങൾക്ക് റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ഓഫീസ് അഡ്രസ് രീതിയിലാണോ വരുന്നത്, അതോ ഈ WBB എന്ന് പറഞ്ഞിട്ടായിരിക്കണോ നമ്മൾ കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഓഫീസിന്റെ നെയിമിൽ തന്നെ ആയിരിക്കും ഇതൊക്കെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു ഡെഡിക്കേറ്റഡ് നമ്പർ ഇതിലുണ്ടായിരിക്കുന്നുള്ളൂ. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിങ്ങിണി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേരെങ്കിൽ, ഇപ്പോൾ കിങ്ങിണി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും നമുക്ക് അത് വരുന്നത്. നിങ്ങളുടെ അഡ്രസ്സിന്റെ കൂടെ അതിലുള്ള നിങ്ങളുടെ ആ ഒരു നമ്പറും കൂടി എക്സ്ട്രാ അതിലുണ്ടാവും. അപ്പൊ ആ നമ്പർ അനുസരിച്ച് വരും. അപ്പൊ നിങ്ങളുടെ പിന്നെ പേരിൽ തന്നെയാണ് ഈ കൊറിയർ വരിക, നിങ്ങളുടെ കാര്യങ്ങളിൽ തന്നെയാണ് ഇത് വരുന്നത്. അത് നിങ്ങളുടെ മാത്രം സംഭവങ്ങളാണ്. നിങ്ങൾക്ക് പകരം നമ്മളത് കളക്ട് ചെയ്യണമെന്നുള്ളതാണ് മാത്രമാണ് നമുക്ക് അതിലൊരു ഇത് വരുന്നത്. അതിനാണ് നിങ്ങളുടെ എഗ്രിമെന്റ് ഉള്ളത്. ഓക്കെ, നോർമലി ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര എന്താ പറയാ, അവർക്ക് ഭയങ്കര സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ കാണുന്നതാണ് അവരുടെ അഡ്രസ്സിൽ ഒരു വിസിറ്റിംഗ് കാർഡ്. അതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. കാര്യം നമുക്ക് നമ്മുടെ അഡ്രസ്സിൽ തന്നെ ഇല്ല, നമ്മുടെ പേരിൽ തന്നെ നിങ്ങളുടെ പേരിൽ തന്നെയാണ് എല്ലാം വരുന്നത്. അത് ഈ പറഞ്ഞോണം തന്നെ ഇപ്പൊ നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാന്നുള്ളത്, ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഡയറക്ടറാണെന്നൊക്കെ പറയാൻ വലിയ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ, പക്ഷേ ഈ ഇഷ്ടം പോലെ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ, ഏത് ബിസിനസ് ആണെങ്കിലും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ മിസ്റ്റേക്സ് നമ്മൾ വരുത്തും. അപ്പോൾ എന്ത് മിസ്റ്റേക്ക് വരുത്തിയാലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ബിസിനസ്സിന് 80% ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റാണ് നമ്മളിതിൽ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫർണിഷ് ചെയ്യേണ്ട, അല്ലെങ്കിൽ റെഡി എടുക്കുന്ന ഒരു ബിസിനസ് ചെയ്യേണ്ട. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോസും കോൺസും ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയം ഇത് കിട്ടും. ഇപ്പം നമ്മൾ എല്ലാ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സംഭവം തുടങ്ങി, പിന്നെ നമുക്ക് അഡീഷണൽ ഫണ്ട് വരുന്നില്ല. അപ്പോൾ ഒരു ഡെറ്റിലേക്ക് പോവാതെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഓക്കെ, നമുക്ക് ഇപ്പോൾ WBBക്ക് എത്ര സ്റ്റാഫ് ഉണ്ട് ശരിക്കും? ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? WBBക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഡൽഹി, ചെന്നൈ. അത് നമ്മുടെ ഓഡിയൻസിന് എന്ന് പറയണം. മൊത്തത്തിൽ നമുക്ക് 4 ബ്രാഞ്ച് ഉണ്ടല്ലേ, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് കൊച്ചി. അപ്പം ഇവിടെ ഏത് ലൊക്കേഷനിലുള്ള ഏതൊരു ആള് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഇത് കണക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ കൊച്ചിയിലൊരു ഓഫീസ് തുടങ്ങാൻ എല്ലാ ഡിസ്ട്രിക്റ്റും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ, കൊച്ചിയിലൊരു ഓഫീസ് ഉണ്ടെന്ന് പറയാൻ തന്നെ അവരവരുടെ ഒരു ഇതിൽ അല്ലെ ഒരു വാല്യൂ കുറച്ചും കൂടി ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഒരു കൊച്ചി അഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞത് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തുടങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് ഇമേജിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മറ്റ് സ്റ്റേറ്റിലും. ഇപ്പോൾ ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, ഇനിയിപ്പോൾ ഹൈദരാബാദ് വരുന്നുണ്ട്, ഇപ്പോൾ നോയിഡയിലേക്ക് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രാജുവലി ചെയ്യുന്ന അറ്റ് സ്ട്രെച്ച് എല്ലാ കേസുകളും അല്ല. കാരണം ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നത് നമ്മൾ പഠിക്കണം. ഇപ്പോൾ നമ്മളൊരാൾക്കൊരു സംഭവം കൊടുക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ് സ്ട്രെച്ച് പാൻ ഇന്ത്യ ഫുൾ ലൊക്കേഷൻ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ലൊക്കേഷൻ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അതിൻ്റെ വരും വരകളൊക്കെ പഠിച്ച് എന്നിട്ട് വേണം നമുക്കതിൽ ഓരോന്നിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ. ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ളതുകൊണ്ട് ഇപ്പം ലീഗൽ അഡ്വൈസർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കും. ഒബ്വിയസ്ലി ഇപ്പോൾ ലീഗൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം, നിയമം അറിയാൻ പാടില്ല എന്നുള്ളത് എക്സ്ക്യൂസ് അല്ല. ഇപ്പം ഞാൻ ചെന്നിട്ട് പറയണം സോറി കേട്ടോ എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം നിയമം എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് പാനൽ ലീഗൽ അഡ്വൈസേഴ്സും കാര്യങ്ങളും ഓൾറെഡി നമുക്കിതിനുണ്ട്. അപ്പം അല്ലാതെ നമുക്കൊരു പാൻ ഇന്ത്യ ബേസിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പെട്ടെന്നൊരു റിക്വയർമെൻറ്റ് വന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൽഹി ഓഫീസിൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ട്, ഒരു ലീഗൽ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ക്ലയൻറ്റിൻ്റെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അവിടുത്തെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ ഇത് തുടങ്ങുമ്പോഴും അതാത് സ്ഥലങ്ങളിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ ആ സെൻ്ററുകൾ തുടങ്ങുള്ളൂ. ഇനി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നേരത്തെ ഈ കൊച്ചിയിൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നതും നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടും അല്ലേ. ഇപ്പം നിങ്ങൾക്കൊരു അഡ്വർടൈസിങ് ഫേം ഉണ്ട്. ഈ അഡ്വർടൈസിങ് ഫേം നമുക്ക് പാൻ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ വരുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടി സുഖമാണ് അല്ലേ. ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ ബേസിക്കലി കൂടുതലും ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാവുക ഒരു സ്റ്റേറ്റിലാണെങ്കിലും നമുക്ക് പാൻ ഇന്ത്യ പ്രസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റിന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസും
കാര്യങ്ങളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ളവർ ഇപ്പോൾ കൊച്ചി ബേസ് താല്പര്യമുള്ള പോലെ തന്നെയാണ് മറ്റു രീതിയിലും ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ WBB അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിലും അവർക്ക് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻകോർപ്പറേഷൻ കേരളത്തിന് പുറത്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ വരും. ഒബ്വിയസ്ലി ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ബാംഗ്ലൂർ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. കാരണം വെച്ചാൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു IT ഹബ്ബ്. അപ്പോൾ ഒരു IT ഹബ്ബിന് ഒരു ബാംഗ്ലൂർ അഡ്രസ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ വേൾഡിൽ മൊത്തം അതിനൊരു വാല്യൂ കുറച്ചുകൂടിയും കൂടുതലാണ്. അപ്പം അങ്ങനത്തെ റിക്വയർമെന്റ് വരുമ്പോൾ അവർക്ക് ബാംഗ്ലൂർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ബാംഗ്ലൂർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളിലും ഓരോ റിക്വയർമെന്റിൽ ഇപ്പോൾ പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ചെന്നൈ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന ആൾക്കാർക്ക് ആ റിക്വയർമെന്റുള്ളവർക്ക് അവിടെ ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പം സാർ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം കൊച്ചിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു റീച്ചാണ്, വേറെയും സ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ കൂടും. അപ്പം ഞാൻ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പം എല്ലായിടത്തും വേറെ വേറെ നിയമങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു ഫോർമാലിറ്റി വെച്ചിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും. ബട്ട് ലേറ്റർ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് ഇപ്പോൾ ഡൽഹി ഇല്ലെങ്കിൽ ചെന്നൈ അങ്ങനെ വേണം. അപ്പോൾ അവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളും വേറെ ആയിരിക്കുമല്ലോ. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പോകേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സാണ് പോകേണ്ടി വരും. കാരണം എന്താ പോകേണ്ട ആവശ്യം വരുന്നുണ്ടെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ അതിപ്പോൾ ഇവിടെയാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ GSTക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അവർക്ക് വെരിഫിക്കേഷൻ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജിയോ ടാഗ്ഡ് ഫോട്ടോ നമുക്ക് ഓഫീസിൽ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ഒക്കെ വരുമ്പോൾ ചെല്ലേണ്ടി വരും. അത് ചെല്ലണമല്ലോ, നമ്മുടെ ആവശ്യമല്ലേ. അതൊരു ട്രിപ്പ് പോണ പോലെ പോയിട്ട് വരാവുന്ന കേസല്ലേ ഉള്ളൂ, നമുക്ക് പോയിട്ട് വരാവുന്നല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ വേണ്ടി വന്നാൽ നമ്മൾ വേണ്ടി വന്നാൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് യുവർ ബിസിനസ്, ഇറ്റ്സ് യുവർ റിക്വയർമെന്റ്. ഓക്കെ, ഈ അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ലേറ്റർ എനിക്ക് കൊച്ചിയിൽ വേണ്ട, ഞാനിവിടെ കംപ്ലീറ്റ്ലി നമ്മൾ നിർത്തുകയാണ്, എനിക്കിപ്പം വേറെ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോഴും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു സോൾ പ്രൊപ്പറേറ്റർ ആയിട്ടാണ് തുടങ്ങിയത്, അത് സ്റ്റോപ്പ് ചെയ്യാൻ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പും ഡിസോൾവ് ചെയ്യാം. പക്ഷെ നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് മറ്റതൊക്കെ ചെയ്യുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വേറെ ലൊക്കേഷനിലേക്ക് മാറാന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പുറത്തേക്ക് ഇത് മാറ്റണമെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റി കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 പേര് കൂടിയിട്ട് ഒരു കമ്പനി തുടങ്ങി, എന്നിട്ട് ഇവരെ എങ്ങോട്ടോ പോയിട്ട് ഒരു ആക്സിഡൻറ്റിൽ ഇവരെല്ലാവരും മരിച്ചു പോവാണെന്ന് വയ്ക്കും. ബട്ട് സ്റ്റിൽ ദാറ്റ് കമ്പനി വിൽ എക്സിസ്റ്റ്. കാരണം അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയും. അത് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റിംഗ് ആണ്. കാരണം അത് നമ്മൾ ബോംബ് വെച്ചാൽ ബിൽഡിംഗ് മൊത്തം തകർന്നാൽ പോലും ആ കമ്പനി എക്സിസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ നിർത്താൻ നമ്മൾ 2 ഓപ്ഷനുകൾ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ എക്സിസ്റ്റിംഗ് കമ്പനി വൈൻഡപ്പ് ചെയ്യണം. അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ചാർട്ടർ അക്കൗണ്ടൻറ്റ് അവരൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് വൈൻഡപ്പ് ചെയ്യുക, അതായത് തുടങ്ങുന്ന പോലെ തന്നെയാണ് ഇതിന് വൈൻഡപ്പ് ചെയ്യുക. ഇതിൻ്റെ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ്. പറയുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന കാര്യത്തിനുള്ള ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തന്നെ നമ്മളതിൻ്റെ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അപ്പുറത്തേക്ക് മാറ്റുമ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നൊന്നുമില്ല. ബട്ട് ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലിയർ ആയിരിക്കും അത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളിവിടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാണ്, അപ്പോൾ അത് കമ്പനിയാണെങ്കിൽ അതൊക്കെ വൈൻഡപ്പ് ഒക്കെ ചെയ്ത് അത് മൊത്തം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പുറത്ത് വേറൊരു പുതിയ കമ്പനിയിലോ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഓഫീസ് സ്പേസ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ബിസിനസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ടാവും. ഈ പറയുന്ന സിസ്റ്റം വേണ്ടി വരും, ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുമോ, ഇല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലഗ് ആൻഡ് പ്ലേ ഓഫീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ റിക്വയർമെൻറ്റ്സുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. ഇപ്പോൾ ഒരു അനിമേറ്റർ ആണെങ്കിൽ അവർക്ക് വേണ്ട ഒരു സിസ്റ്റം സ്പെസിഫിക്കേഷൻ വേറെ ആയിരിക്കും, അതല്ല ഒരു ഓഡിറ്റർക്ക് വേണ്ടത്. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരുപാട് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച്. അതൊക്കെ നമുക്കൊരു പബ്ലിക് സ്പേസിലേക്ക് ഒരു കോമൺ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ
നമുക്ക് ഇഷ്ടപ്രകാരം റെൻറ്റിങ് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ റെൻറ്റിങ് ഫെസിലിറ്റീസ് നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം ഒരു സർവീസ് പ്രൊവൈഡർ അല്ലേ. ഇപ്പോൾ നമ്മൾ ഫോൺ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ നെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, അതെല്ലാം നമുക്ക് WBB ഓഫീസ് എന്നുള്ള പേരിൽ തരാൻ പറ്റില്ലല്ലോ. അതായത് സർവീസ് പ്രൊവൈഡർ അടുത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക, കണക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ ഒരു സിസ്റ്റം ഒക്കെ അവിടെ കൊണ്ടുവരണം, നമുക്കത് കൊണ്ടുവന്ന് അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. അപ്പം അത് നിങ്ങൾക്കിപ്പോൾ അത് രണ്ടിന് എടുക്കണോ, അതല്ല നിങ്ങൾക്ക് ഇനി ഓണായിട്ട് പർച്ചേസ് ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചോദിച്ചു വരുമ്പോൾ സാറിന് മനസ്സിലാവുന്നത് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു റാൻഡം ഡൗട്ട്, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്നു, അപ്പോൾ ഞാൻ എന്തെങ്കിലും അതിനകത്തൊരു ഇഷ്യൂ വരുത്തി, അതായത് ക്ലയൻറ്റിന് സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലൊരു ഇഷ്യൂ ഞാൻ വരുത്തി. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എല്ലാം നമ്മൾ ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അവർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ ഇതുമായിട്ട് ഫേസ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഈ WBB ഓഫീസിലായിരിക്കും ചിലപ്പോൾ എത്തുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ എന്തായിരിക്കും ചെയ്യുക? കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ചോദ്യമാണത്. കാരണം ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇപ്പോൾ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചു, അവരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് തർക്കമുണ്ടായി, അതും ഒരു ഇഷ്യൂ ആണ്. അതല്ല, നിങ്ങൾ അവരുടെ നല്ലൊരു എമൗണ്ട് കൈപ്പറ്റി അവരുടെ ആ സർവീസ് കൊടുക്കാതിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അത് ഇഷ്യൂ മാത്രമല്ല, അതൊരു ക്രൈമാണ്. അപ്പോൾ ഇഷ്യൂവിൻ്റെ ഒരു ഇതനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നോർമലി നമ്മുടെ ഓഫീസിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് നിങ്ങൾ അന്വേഷിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്പോട്ടിലില്ലാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യും, നിങ്ങളൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങളോട് ചോദിക്കും. ഇപ്പോൾ ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ കൂടെ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ വലുതാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പോലീസും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങി, അതിൽ കണ്ടമാനം പൈസ വന്നു, അപ്പോൾ ഒരു ഏജൻസി, ഒരു വെരിഫിക്കേഷൻ ഏജൻസി ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ബാങ്കിലേക്ക് ഒരു ലെറ്റർ കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. ശരിയല്ലേ? ഫ്രീസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഡീഫ്രീസ്, അതെന്താ വെച്ചാൽ പല ആൾക്കാരല്ലേ പൈസ അയക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒക്കെ ഒരു പൈസ ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ പേ ചെയ്താലും മതിയല്ലോ. നമ്മുടെ കയ്യിൽ വരുന്ന പൈസ നമ്മൾ പാൻ ഇന്ത്യ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ഒരാൾ അറിയാതെയും ചിലപ്പോൾ ഒരു 50 രൂപ 100 രൂപ വരാം. അപ്പം ഈ 50 രൂപ 100 രൂപ ആണെങ്കിലും ചിലപ്പോൾ അത് ലീനായിട്ട് വരാം. അപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിനൊരു പോലീസ് റിക്വയർമെൻറ്റും കാര്യങ്ങളും അതിൻ്റെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനുള്ള കേസുകൾ അവരായിട്ട് സഹകരിക്കും. അതിപ്പോൾ നോയിങ്ലി ആണെങ്കിൽ അൺനോയിങ്ലി, ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് കറക്റ്റ് ആണെങ്കിൽ ഇതൊന്നും പ്രശ്നം വരില്ല. ഇപ്പം നമ്മുടെ അവിടെ വരുന്ന 99.9% ആൾക്കാരും വളരെ ജെന്യൂനായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല. ഇനി വന്നാൽ തന്നെ ഇപ്പം അത് അതിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങളൊരു ചെക്ക് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള കേസുകൾ നിങ്ങൾക്ക് വരും. അത് ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യും. ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഫോൺ എടുക്കാത്തൊരു സിറ്റുവേഷൻസോ കാര്യങ്ങളോ വരുമ്പോൾ അത് കേസ് ടു കേസ് അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ് പ്രസൻറ്റ് ഇപ്പം നമ്മൾ അവിടെ ഓഫീസിൽ ഇപ്പം ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവിടെ വരുവാണ്. അപ്പോൾ എന്നെ ഇപ്പം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ എത്ര പേരുണ്ടാവും അവിടെ സ്റ്റാഫായിട്ടൊക്കെ ആയിട്ട്? ഇപ്പോൾ സ്റ്റാഫായിട്ട് ഇപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ 1-2 പേരൊക്കെ എല്ലാ ഓഫീസിലും ഉണ്ടാവും. പിന്നെ ഇപ്പം മീറ്റിങ്ങിന് പ്രത്യേകിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട റിക്വയർമെന്റ് എന്ന് പറഞ്ഞത് ആ മീറ്റിംഗ് റൂം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉള്ളൂ. നിങ്ങൾ അന്വേഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസിലേക്കാണല്ലോ വരുന്നത്, അവർ ഡയറക്റ്റ് ചെയ്യാൻ പറയും. ഈ 2 റിക്വയർമെന്റ് ആണ് നോർമലി ഉണ്ടാവുള്ളൂ. ആ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഓഫീസിൽ ഒരാൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, നമുക്കിതിപ്പം സൺഡേ അങ്ങനെ എല്ലാ ദിവസവും വർക്കിംഗ് ആണോ? ഇപ്പം നോർമലി ഞങ്ങളിപ്പോൾ ഒരു ഓഫീസ് അവേഴ്സിലേക്കാണ് കൂടുതലും ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ഇപ്പം നമുക്ക് ആ ഒരു റിക്വയർമെൻറ്റ്സിലാണ് ഇപ്പോൾ പ്രസൻ്റ്ലി റൺ ചെയ്യുന്നത്. പിന്നെ അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് മൺഡേ ടു സാറ്റർഡേ ഓഫീസ് അവേഴ്സിലാണ് സാധാരണ ഇതിൽ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫിസിക്കൽ ഡെസ്ക് എടുത്തവർക്ക് അവർക്ക് കീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഞങ്ങൾ മീറ്റിംഗ് റൂം ബുക്ക് ചെയ്തിട്ട് അവർക്ക് വന്ന് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അതേസമയം ഫ്ലെക്സി ഡെസ്ക് എടുക്കുന്ന ഓപ്ഷൻസ് എടുക്കുന്നവർക്ക് പ്രയറായിട്ട് ബുക്ക് ചെയ്ത് അവിടുത്തെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്
നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കണ്ടക്ട് ചെയ്യുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്താണെന്ന് നോക്കിയിട്ട് അത് ആദ്യം നമ്മളടുത്ത് അപ്രോച്ച് ചെയ്ത് ആ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പോൾ ഈ ഫ്ലെക്സി ഡെസ്ക് എന്നും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെസ്ക് എന്നും പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ പോലും ഇതിപ്പം ഡയറക്റ്റ് പെട്ടെന്ന് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്നതിലൊക്കെ ഒരു ഹൈലൈറ്റ് കട്ടൊക്കെ കാണുമ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ബേസിക് ആയിട്ടൊന്ന് സാറ് പറഞ്ഞു തരും ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഫ്ലെക്സി ഡെസ്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഫുൾ ടൈം മോർണിംഗ് 10 to 5 വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ 9 to 5 വർക്ക് ചെയ്യണം. ഇപ്പോൾ അവരുടെ ഒരു ടൈമിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം വേണ്ടി വരും, ഒരു ഡെസ്ക് വേണ്ടി വരും. അത് നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കില്ല. ഫുള്ളി അവർക്ക് തന്നെയായിരിക്കും അതിൻ്റെ ആക്സസ് വരുന്നത്. ഫ്ലെക്സി ഡെസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ അവരുടെ ഓഫീസ് അവേഴ്സ് വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ ഒരേ ടൈമിലായിരിക്കില്ല അവരുടെ ഓഫീസ് അവേഴ്സ് വരുന്നത്. അത് ഓൾറെഡി അവർക്ക് ചിലപ്പോൾ പ്രീ ഡിറ്റർമിൻ ഉണ്ടെങ്കിൽ ആ ടൈമിൽ അവർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൈലബിലിറ്റി നമ്മളോട് ചോദിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഓപ്ഷൻസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് ഫ്ലെക്സി ഡെസ്ക് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് പെർമനന്റ് സീറ്റ് അല്ല, അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട്. ഇപ്പം ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സീറ്റ് നമ്പർ 2 ആണ് ഇവർക്ക് ഇപ്പോൾ സ്പെസിഫിക്കലി വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ ചോദിക്കാം അല്ലേ, ഇപ്പം നമുക്ക് ആ പർട്ടിക്കുലർ സീറ്റ് നമ്പർ ഉണ്ടോ, അവൈലബിൾ ആണോ. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ തരും. അപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ 3 or 4 നമുക്ക് എടുക്കേണ്ടി വരും. ഇനി അതല്ല, ഇനി സീറ്റ് നമ്പർ 2 അവൈലബിലിറ്റി ഇന്ന ദിവസം ഇല്ല, ഇന്ന ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് അതനുസരിച്ചിട്ട് ചെയ്തിട്ട് നമുക്കത് ഓപ്ഷൻസ് എടുക്കാവുന്നുള്ളൂ. ഓക്കെ. നമുക്ക് എടുക്കണം. എനിക്കിപ്പോൾ ഇനിയിപ്പം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ട ഒരാൾക്ക് വരണമെങ്കിൽ ഡയറക്റ്റ് ഓഫീസിൽ വന്നിട്ടാണോ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ്? അല്ല, അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് ഫ്രണ്ട് ഓഫീസിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് അപ്പം നിങ്ങൾ ഓൾറെഡി ബിസിനസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് വിളിച്ച് നമ്മുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ബുക്ക് ചെയ്യുക. ഓക്കെ. അല്ല, ഈ എഗ്രിമെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വരുവാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോഴെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. നമ്മൾ നേരിട്ട് വന്ന് അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എൻക്വയറി ചെയ്യാം. പക്ഷെ വൺ ടൈം എന്തെങ്കിലും നേരിട്ട് വരണമല്ലോ. കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് സാറ് പറയും, അപ്പോൾ കൊച്ചിയിൽ എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഓഫീസ് വരുന്നത് പനമ്പള്ളി നഗറാണ്. ഇപ്പോൾ എറണാകുളത്തിന് അത്യാവശ്യം പ്രൈം സ്പോട്ടാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇത് പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒക്കെ അടുത്താണ് വരുന്നത്. പക്ഷെ ഇത് കൈരളി അപ്പാർട്ട്മെൻറ്റ് എന്നൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഷീബാസ് ബ്യൂട്ടി പാർലർ, അതിൻ്റെ തൊട്ട് ചേരെ ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. റോഡിൽ ചെന്ന് ലെഫ്റ്റ് സൈഡിൽ JC ചേമ്പേഴ്സ് ബിൽഡിംഗ്, 3rd floor. ഓക്കെ. അപ്പം എന്തായാലും ഇത് എനിക്ക് കുറച്ച് ബേസിക് ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പം സാറ് ത്രൂ എനിക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റി. അപ് ടു ദിസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വിർച്വൽ ഓഫീസ് എന്ന് പറയുന്നത്. ഈ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വിസിറ്റിംഗ് കാർഡിൽ നമുക്കൊരു സ്ഥലം വെക്കാൻ പറ്റാതൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അത് ഇത്രയും ലെസ് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഇൻ്റർവ്യൂ കാണുന്ന ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. എന്തായാലും സാർ, താങ്ക്സ് ഫോർ ജോയിനിങ്. കുറേ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇതിനെപ്പറ്റിയുടെ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു.